ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടൈൽസ് ഓഫ് ജെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഈവനിങ് സ്നാക്ക് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അമ്മായിയെ കൊണ്ട് ഒരു ഐറ്റം ചെയ്യിക്കാനുള്ള ഒരു പ്ലാനാണ് ഇന്ന് എനിക്ക്. കാരണം ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ ഉടനെ പോയി ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്ന ആള് ഒരു സെക്കൻഡിൽ ചായ വെക്കാൻ പോയ ആ സമയത്തിനകത്ത് ഒരു പ്ലേറ്റ് നിറയെ മുറുക്കുമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരാറുണ്ട്. അത് ഞങ്ങൾ എപ്പോഴും അതിശയിപ്പിക്കും. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് സാധിച്ചു എന്ന്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യുന്നതുമാണ്. എന്നാൽ അത് അമ്മായിയുടേതായ ഒരു ടച്ചിങ്സോടുകൂടി വളരെ സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അമ്മായിയുടെ ദിടീർ മുറുക്ക് കാണാം. മുറുക്ക് ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ? വരും. ആവശ്യമായിട്ടുള്ളത് വളരെ കുറച്ച് ചേരുവകൾ മാത്രമാണ്. അതായത് 1 ഗ്ലാസ് പച്ചരി മാവാണിത്. പൊട്ടുകടല നല്ലപോലെ മിക്സിയിൽ അടിച്ച് നല്ല ഫൈൻ പൗഡറാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതും ഒരു 1/2 ഗ്ലാസ് ഇതിലേക്കായിട്ട് ചേർക്കണം. ഇതാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയ, അതായത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ദിടീർ മുറുക്ക് എന്നാണല്ലോ പേര്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ എന്നും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇഡ്ഡലി മാവോ ദോശമാവോ ഏതാണെങ്കിലും, അതായത് ഉഴുന്നിന്റെ ഒരു ചേരുവതിൽ വേണം. അതിനുവേണ്ടി അതായത് ഒരു കയ്യില് ഉഴുന്നുമാവുമാണ് ഇതിലായിട്ട് ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 2 സ്പൂൺ എള്ളാണ്, കറുത്ത എള്ള്. വെള്ള എള്ളും യൂസ് ചെയ്യാം. അത് എള്ളില്ലെങ്കിൽ ജീരകവും ഇതിലേക്കായിട്ട് യൂസ് ചെയ്യാം, ഒരു 2 സ്പൂൺ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരുങ്കായ പൗഡർ, അതായത് LGയുടെ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അതും നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 1/2 സ്പൂണ് പെരുങ്കായ പൊടിയും ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുഴയ്ക്കാനായിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ കുറച്ച് ഡാൽഡയോ നെയ്യോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ദിടീർ മുറുക്ക് കുഴയ്ക്കുന്നതും അതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതും ഒക്കെ അമ്മായിയാണ്. അമ്മായിയുടെ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. ഇപ്പൊ അമ്മായിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാന് കലപ്പട മലയാളത്തിലാണ് പറയും. ഓക്കെ, ഇപ്പൊ വന്നിട്ട് ഒരു പാത്രം എടുത്തോളണം. ആ പാത്രത്തില 1 ഗ്ലാസ് പച്ചരി മാവ് ഇടണം. പിന്നെ അതേമാതിരി 1/2 ഗ്ലാസ് തന്നെ മതി, 1/2 ഗ്ലാസ് പൊട്ടുകടല മാവ് കഴിഞ്ഞു. എള്ളു കലപ്പട എല്ലാം കല്ലില്ലാതെ കണ്ട് നോക്കി എടുക്കണം. സപ്പോസ് എള്ളു ഇല്ല പറഞ്ഞാൽ നമ്മുടെ ജീരകം എത് വേണം ഇടാം. ഇത്തിരി പെരുങ്കായത്തൂള് 1/2 സ്പൂണ്. പിന്നെ ഇത് ശരിക്കും വരുവോ വരുവോ പേടിച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇഡ്ഡലി മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഡ്ഡലി മാവിന് ഇത്തിരി കളഞ്ഞോളാം. അതാ തന്നെ ഉപ്പ് ഇടണം. ഇത്തിരി ഇട മതി. ചിലർ വേണമെങ്കിൽ കാരം വേണം പറഞ്ഞാൽ മുളകത്തൂളി ഇടാം. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് കാരമൊക്കെ ഇടില്ല. ഇത്തിരി വെള്ളം ഇത്തിരി തെളിച്ചിട്ട് വെള്ളം എടുക്കണം നമ്മള്. അപ്പൊ നമ്മൾ ഇത്തിരി എടുത്തു വെച്ചിരിക്കുന്നത് ഡാൽഡാവോ നെയ്യോ ഏതേലും ഇടാം. സപ്പോസ് നമ്മളെടുത്ത് ഒന്നും ഇല്ല പറഞ്ഞാ വെളിച്ചെണ്ണ ഒഴിച്ചു കൂടെ നമ്മൾ ഉണ്ടാക്കാം. എല്ലാം കഴിഞ്ഞു നമുക്ക് തേയാതൊക്കെ കഴിഞ്ഞു മിക്സ് ചെയ്ത് കഴിഞ്ഞു മതി. നിറയെ ഒന്നും വേണമെന്നില്ല. നമുക്ക് ഒരു 5 നിമിഷോ 10 നിമിഷോ ഇത്തിരി നേരം വെച്ചാൽ മതി. നല്ലപോലെ കുഴച്ചിട്ട് ഇത് അമിക്കി നോക്കും. കഴിഞ്ഞു അത്ര തന്നെ. അടുപ്പില് ചീഞ്ചട്ടി വെച്ച് കഴിഞ്ഞു. ചീഞ്ചട്ടി നല്ലപോലെ ചൂടായി, എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വയസ്സായവരാണ്, അതുകൊണ്ട് ഞാൻ എന്ത് കാട്ടും പറഞ്ഞാ ഒരു പിള്ളേരെ പിടിച്ചിട്ടാ വെക്കും. ഞാൻ അടുപ്പിന്റെ അടുത്ത് ജാനാപ്പൊടി വെച്ചിട്ടാണ് ഞാൻ തുടങ്ങും. ഞാൻ തമിഴ്നാട്ടുകാരിയാണ്, അതുകൊണ്ട് ഞാനൊക്കെ വെക്കും. ഞാന് പിന്നെ മുറുക്കുഴൽ എടുത്തിട്ട് എണ്ണത്തിലേക്ക് ചില്ല്, നിങ്ങൾക്ക് ഏത്തപ്പടി ഒരു ചില്ല് എടുക്കണം. ചില്ല് എനിക്കൊന്ന് ചെറിയ 3 കുഴലിരിക്കുക ചില്ലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഇത്തിരി മാവ് എടുത്തോളണം. അടിക്കടി കയ്യിനെ കഴുകിയിട്ട് ഒരു മാവ് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ ഇടണം. അത്ര തന്നെ. പിന്നെ നമ്മളുടെ ടേസ്റ്റാണ്. നമ്മൾ ഡയറക്റ്റായി പിഴിയണം പറഞ്ഞാലും പിഴിയാം. ഞാൻ ഡയറക്റ്റായി പിഴിയുന്നില്ല. തുണിയിലിട്ട് പിഴിഞ്ഞിട്ട് പിന്നെ ഇടുവേണം. ഇങ്ങനെ കണ്ടുവാ. തുണിയിലിട്ട് പിഴിഞ്ഞിട്ട് ഒരു 3ഓ 2ഓ നമുക്ക് ടേസ്റ്റിന് ഏത്തപ്പടി അമ്മായി ഇവിടെ മുറുക്കൊക്കെ പീച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്നോട് ഇത് എണ്ണയിലേക്ക് ഇട്ട് എടുക്കാൻ പറഞ്ഞു. അതാണ് നമുക്ക് കാണേണ്ടത്. അടിപൊളി. ഇപ്പുറത്ത് അടിപൊളി നന്നായിണ്ട്. മുറുക്കെല്ലാം നമ്മൾ ആദ്യം എടുത്ത് എണ്ണയിലേക്ക് ഇട്ട മുറുക്കൊക്കെ നല്ലപോലെ പാകമായി തുടങ്ങി, നല്ല ഫ്രൈ ആയി.
ഒരു സൈഡ് കംപ്ലീറ്റ് ഫ്രൈ ആയിട്ട് ഇതാ അടുത്ത സൈഡ് മറിച്ചിട്ടിരിക്കുകയാണ്. നീ തന്നെ, അല്ലാതെ അവർ കണ്ടാൽ അറിയില്ലേ. അമ്മു എന്ന പെൺകുട്ടി. മുറുക്ക് നല്ല പോലെ റെഡി ആയി കഴിഞ്ഞു. നല്ല എന്താ പറയാ, കളറൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ, ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് മാറി. ഇനി അടുത്തത് ഓക്കെ. എന്തുണ്ടാക്കിയാലും ആദ്യം അവിടെ സ്വാമിയുടെ പടത്തിന് മുന്നിൽ കൊണ്ടുപോയി വെച്ചിട്ടേ അമ്മായി ആർക്കും കൊടുക്കൂ. നല്ല ചൂട് മുറുക്കാണ്. മുറുക്ക് പൊടിക്കുന്ന പോലെ പറയില്ലേ, ഇതാ അതുപോലെ നമ്മൾ മുറുക്ക് പൊടിച്ച് കാണിച്ചു തരാം. കണ്ടോ, സൂപ്പർ, നല്ല പോലെ ക്രിസ്പി ആയിട്ട്. അയ്യോ ചൂട്, നല്ല മുറുക്ക്. അത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റീസും ഇല്ലാതെ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ. അല്ലേ ഇഷ്ടം ഈ മുറുക്ക്, കഴിച്ചു നോക്ക്. അപ്പൊ അങ്ങനെ ഒരു പ്ലേറ്റ് ഫുൾ ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ടേസ്റ്റി ദിടീർ മുറുക്ക് റെഡി. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മായി ഉണ്ടാക്കി തന്നതാണ്. പെട്ടെന്ന് വന്ന് ഉണ്ടാക്കുന്നത്. എന്നും എപ്പോൾ വന്നാലും ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ ശരി ഞാനത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. വളരെ ഈസി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ളതാണിത്. പക്ഷെ നമ്മുടെ തിരക്കിൽ ഇതൊക്കെ ഒരു വലിയ പണിയായിട്ട് വിചാരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഉടനെ ചെന്ന് ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നും. പക്ഷെ ഞാനും ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറില്ല. പക്ഷെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാം. 10 മിനിറ്റ് കൊണ്ടുള്ള ദിടീർ മുറുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ മുറുക്കുണ്ടാക്കുന്ന മെത്തേഡും എങ്ങനെയാണ് ഈ ദിടീർ മുറുക്ക് ഉണ്ടാക്കുന്നതെല്ലാം കണ്ടു കഴിഞ്ഞാണല്ലോ അല്ലേ. ഇനി എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഈ ദിടീർ മുറുക്ക്. ഓക്കെ, ആൻഡ് ഇത് ദിടീർ മുറുക്ക് പോലെ തന്നെ ദിടീർ ഓട്ടവടയാണ്. പെട്ടെന്ന് ബാക്കി വന്ന കടലമാവ് കൊണ്ട് പെട്ടെന്ന് അമ്മായി ഉണ്ടാക്കിയൊരു സാധനമാണിത്. അല്ലാണ്ട് വേറൊന്നുമില്ല. സെയിം ചേരുവകളിൽ തന്നെ ഷേപ്പ് മാത്രം മാറ്റിയെന്നേ ഉള്ളൂ. ഇച്ചിരി കടലമാവ് കൂട്ടി. പിന്നെ ഈ മുറുക്ക് നമുക്ക് വൈകുന്നേരം ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 4 മണി പലഹാരമായിട്ട് കൊടുക്കാം. അതുപോലെ ഗസ്റ്റ് വീട്ടിൽ വരികയാണെങ്കിൽ ചായ വയ്ക്കുന്ന സമയം കൊണ്ട് ഉടനെ റെഡിയാക്കാം. നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ഒരു 10 ഉണ്ടാക്കിയാൽ ധാരാളം കഴിക്കാം എല്ലാവർക്കും ഓരോന്ന്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരു കുറിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് ഈ ദിടീർ മുറുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അത് വളരെ വിലപ്പെട്ടതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.